ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ശോഷണവും ചൂഷണവും പെരുകുന്ന കാലത്ത് ഈ ദിനത്തിന് ഏറെ പ്രത്യേക പ്രാധാന്യമൊക്കെ തന്നെയുണ്ട്. വരും തലമുറകൾക്കും നല്ല കാലാവസ്ഥയ്ക്കുമായി പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇത്തവണ പരിസ്ഥിതി ദിനത്തെ സന്ദേശം. ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴയിൽ വലിയൊരു നിയമലംഘനത്തിൻ്റെ ഒരു അപ്ഡേഷനും കൂടിയുണ്ട്. വലിയ നിയമലംഘനത്തിനൊപ്പം തന്നെ വലിയ തോതിൽ പരിസ്ഥിതി നാശത്തിൻ്റെയും മലിനീകരണത്തിൻ്റെയും റിപ്പോർട്ടാണത്. നിരവധി പേരുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്ന കാര്യവും കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. ആയിരങ്ങൾ വന്നു പോകുന്ന ആലപ്പുഴ വണ്ടർഫോൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനപ്പെട്ട ജലം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി കരുതിയിരുന്ന ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി. 100 മില്ലി ജലത്തിൽ 1000 ബാക്ടീരിയകൾ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത്. കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയിടത്ത് സ്ഥാപിച്ച കക്കൂസുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യം ഭൂഗർഭജലവുമായി കലർന്നിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ഷോയിൽ പങ്കെടുത്ത ചിലർ ശാരീരിക അസ്വസ്ഥതകളുമായി ചികിത്സ തേടിയതായും വിവരങ്ങൾ. ശരണ്യ, വിശദാംശങ്ങൾ. ലോക പരിസ്ഥിതി ദിനമാണിന്ന്. ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ശുചിത്വത്തിന് രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു നിന്നും, അതായത് ഇന്റർനാഷണൽ തലത്തിൽ അടക്കം ശുചിത്വത്തിന് അംഗീകാരം നേടിയ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അതായത് പരിസ്ഥിതി നാശത്തിനൊപ്പം തന്നെ അവിടെ എത്തിയ ജനങ്ങളെ ഉൾപ്പെടെ വഞ്ചിക്കുന്ന രീതിയിൽ ആലപ്പുഴയിൽ നടത്തിയ കാർണിവൽ, ആലപ്പുഴ ബീച്ചിൽ കഴിഞ്ഞ 2 മാസക്കാലമായി നടന്ന കാർണിവലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃതമായ കെട്ടിട നിർമ്മാണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ കുഴിക്കക്കൂസുകൾ ഒരുക്കി ആണ് അവിടെ ഇത്തരത്തിലുള്ള ഷോയുമായി മുന്നോട്ട് പോയത്. അതിനടുത്ത് തന്നെ, അതായത് വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയായിരുന്നു ജനങ്ങളെ, ആയിരക്കണക്കിന് ജനങ്ങളെ ആകർഷിച്ച ഒരു ദിവസം 190 രൂപ ടിക്കറ്റ് നിരക്കിൽ, ഒരാൾക്ക് 190 രൂപ ടിക്കറ്റ് നിരക്കിൽ ആയിരങ്ങൾ വന്നു പോയ ഇടത്താണ് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കായൽ ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റുകൾ ഉൾപ്പെടെ, ഗവേഷകർ ഉൾപ്പെടെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ അറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട 2 ഇടങ്ങളിൽ നിന്നുള്ള ജലസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഒന്ന് DTPCയുടെ കനാലിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ ഇടത്തു നിന്നാണ്. അവിടെ pH മൂല്യം വളരെ കൂടുതലാണെന്നും ഒപ്പം ജൈവ മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ മത്സ്യങ്ങളെ ചത്തുപൊന്നതെന്നും അവിടെ കൃത്യമായ ഒരു രീതിയിൽ അവിടെ ശുചീകരണം ആവശ്യമുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു. കുട്ടികൾ വന്നൊരു പാർക്കിലാണിത്. തൊട്ടടുത്തായിരുന്നു വലിയ അപകടകരമായ രീതിയിൽ വണ്ടർഫോൾസ് എന്ന ഒരു കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ ഇടത്ത് അവിടെ തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. നിയമവിരുദ്ധമായിരുന്നു. ഹൈറ്റൈഡ് ലൈൻ, അതായത് CRZ1 സോണിൽ വരുന്ന ഇടത്ത് കടലിനോട് മീറ്ററുകൾ മാത്രം അകലെയാണ് നിർമ്മാണം എന്നുള്ളതായിരുന്നു. അവിടെ നിന്നും ഈ വണ്ടർഫോൾസ് എന്ന ആ ഒരു കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി ശേഖരിച്ച വെള്ളത്തിന്റെ ഭൂഗർഭജലത്തിന്റെ സാമ്പിളുകൾ കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ പത്മകുമാർ, ഒപ്പം തന്നെ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ ക്യൂനോ എന്നിവരടക്കമുള്ള മറ്റ് ഗവേഷകർ ഉൾപ്പെടെ വന്ന് അവിടുത്തെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അവർ അന്ന് തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത് കുഴിക്കക്കൂസുകളാണ്. അതായത് സെപ്റ്റിക് ടാങ്ക് എന്ന് പോലും പറയാൻ കഴിയില്ല, മണ്ണിലേക്ക് നേരിട്ട് മനുഷ്യ വിസർജ്യം ഒഴുക്കിവിടുന്ന രീതിയിലുള്ള കുഴിക്കക്കൂസുകളാണെന്ന് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ മറ്റൊരു തലമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ആ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് 100 മില്ലി ജലത്തിൽ ഏകദേശം 10 അപകടകരമാണ്. എന്നാൽ പോലും അത് വലിയ രീതിയിൽ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ 1000 കോളിഫോം ബാക്ടീരിയകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വെള്ളം മനുഷ്യ വിസർജ്യത്താൽ മലിനപ്പെട്ട ജലമായിരുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് മനുഷ്യ വിസർജ്യത്താൽ ഈ മണൽ നിരപ്പിൽ, അതായത് നമുക്കറിയാം ബീച്ചിലുള്ളത് മണലാണ്. ആ മണലിൽ ഡയറക്റ്റ് സെപ്റ്റിക് ടാങ്കുകളല്ല, കുഴി കക്കൂസുകൾ, റിങ്ങുകൾ ഇറക്കി താഴത്തേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുകയായിരുന്നു. അത്തരത്തിൽ നിരവധി കക്കൂസുകൾ ശുചിമുറികൾ നമ്മൾ അവിടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ ഇടത്ത് തൊട്ട് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഈ വണ്ടർഫോൾസിൽ ഉപയോഗിച്ചിരുന്ന കുഴൽക്കിണർ, അതായത് അവിടെ വെള്ളം ലിറ്റർ കണക്കിന് വെള്ളമാണ് ഈ വലിയ കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി ഉപയോഗിച്ചിരുന്നത്. നിരവധി ആളുകൾ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ വന്ന് കുളിച്ചു പോയൊരിടത്ത് ഉപയോഗിച്ച വെള്ളത്തിന്റെ ഗുണനിലവാരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് കോളിഫോം ബാക്ടീരിയ ആ സാമ്പിളുകൾ അവിടെ ഇപ്പോൾ ഈ വണ്ടർഫോൾസ് വെള്ളച്ചാട്ടത്തിന് ശേഷം അതിന്റെ ടാങ്കുകളിൽ സൂക്ഷിച്ചിരുന്ന അവിടുത്തെ ഭൂഗർഭ ജലത്തിന്റെ പരിശോധനയിലാണ്, ഇപ്പോൾ മൂടി സൂക്ഷിച്ചിരുന്ന വെള്ളത്തിന്റെ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോളിഫോം ബാക്ടീരിയകളുടെ 3 ഇടത്തു നിന്നാണ് സാമ്പിൾ എടുത്തത്. ആ
3 നിന്നും കോളിഫോം ബാക്ടീരിയകളുടെ വൻ അളവാണ് കണ്ടിട്ടുള്ളത്. അതിന് നമ്മൾ ഇന്നലെ ഗവേഷകരുമായി ബന്ധപ്പെട്ടിരുന്നു. ഡോക്ടർ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരീകരിക്കുന്നത് അതിൽ മനുഷ്യ വിസർജ്യം കലർന്നിട്ടുണ്ട്. മനുഷ്യ വിസർജ്യം കലർന്ന ആ ജലം കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങളില്ലാതെ പേരിന് മാത്രം ക്ലോറിനേഷൻ എന്നുള്ള രീതിയിൽ അവർ കുറച്ച് ക്ലോറിൻ വിതറി മാത്രം ഇത് ഇട്ടു. അത് ആ രീതിയിൽ ഉപയോഗിച്ചാൽ പോലും അതിന് ഈ രീതിയിലുള്ള കോളിഫോം സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശരണ്യ സ്റ്റേജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത് ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ്. നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത ബുള്ളറ്റിനിലും ഇത് കാര്യമായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും. എന്തായാലും പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തായാലും ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.